അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നമ്മുടെ സ്വന്തം ഷമ്മാമ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുത്താണ്. കിഡിലൻ ജ്യൂസാണ്. വയറ് നിറയാനും ഇത് തന്നെ മതി ധാരാളം. എനിക്ക് ഷമ്മാമ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. നോമ്പ് തുറന്ന സമയത്ത് ഷമ്മാമ ഇതുപോലെ ജ്യൂസാക്കാണ്ട് തന്നെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. വയറും നിറയും മനസ്സും നിറയും. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചാലെടുത്ത് വയറിൽ ഒരു എരിച്ചലോ പുകച്ചലോ ഒന്നും ഉണ്ടാവില്ല ഷമ്മാമ കഴിക്കുന്നുണ്ട്. ഇത്രയും ഐറ്റങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഷമ്മാമും ബട്ടറെല്ലാം ധാരാളം കഴിക്കുക, നല്ല സാധനമാണ്. ഇത് സാബൂനരിയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി ഒരു പകുതി ഷമ്മാമ ഞാൻ കുരുവെല്ലാം പോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷമ്മാമ ഒന്ന് തോല് പോക്കിയതിന് ശേഷം മിക്സിയിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. ഇതൊന്ന് വേവിക്കുന്നുണ്ടേ. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. ഷമ്മാമ ഞാൻ മുറിച്ചിട്ടില്ല. അതിൽ നിന്ന് പരണ്ടി എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുക്കുക. അത് കട്ട് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ അതിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. സാബൂനരി വെന്ത് കഴിഞ്ഞ് ഞാനത് പച്ചവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ അത് കലക്കിയെടുക്കുക. അത് കുറച്ച് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പാല് തിളക്കുന്ന സമയത്ത് പച്ച പാലിൽ തന്നെ ഇത് കലക്കിയിട്ട് വെച്ചാലും മതി. ഇനി പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെക്കാണ്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനൊന്ന് കുറുക്കി കൊണ്ടുവരിക. ഇത് ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. കൈ വെക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഷമ്മാമ ആയതുകൊണ്ട് നമ്മളെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ മധുരം കുറച്ച് കളഞ്ഞാലും മതി. മധുരമാണ് എല്ലാത്തിനും പ്രശ്നം. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളെ ഷമ്മാമ അടിച്ചതുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈ വെക്കാണ്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ടെടുക്കുക. ഒരിത്തിരി ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഒരു തുള്ളി വനില എസൻസോ ഒറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി എന്തെങ്കിലും കുറ്റങ്ങളോ അല്ലെ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. ഇത് നമ്മുടെ ഷമ്മാമ ഏകദേശം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തൊന്നുമില്ല. സ്കൂളെല്ലാം പൂട്ടി. ഇനി മക്കളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുക. എല്ലാവരും പുറത്ത് പോകുന്ന ആൺകുട്ടികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികളെന്നും കുറേ പുറത്തേക്കൊന്നും വിടണ്ട, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളെ നോമ്പ് പറഞ്ഞ് 12 നോമ്പ് കഴിഞ്ഞ് നമ്മളെ ഷമ്മാമ ഞാനിത് കൈവെക്കാണ്ട് ഇളക്കുന്നതെന്ന് വെച്ചാൽ ഇത് കട്ട കുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ഇളക്കി എടുക്കുക. കസ്റ്റാർഡെല്ലാം വേഗമാണ് കട്ടിയായി പോവുക. ഇനി സാബൂനരി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. സാബൂനരി പച്ചവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കസ്കസ് ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മെല്ലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെക്കുക. ഇത് തണുപ്പ് പോരെങ്കിൽ 1-2 ഐസിൻ്റെ കട്ടയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നട്ട്സ് കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി കിടിലം ഷമ്മാമ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു. റമദാൻ കരീം.